എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവാ. അത് പഴുപ്പ് കൂടിയ ഏത്തപ്പഴം ഇവിടെ ഇരുന്നിരുന്നുണ്ടായി വെച്ചറിഞ്ഞത് കളയേണ്ട വരും. അതുകൊണ്ട് ഞാൻ അത് തൊണ്ട് കളഞ്ഞ് നല്ലത് നോക്കിയെടുത്ത് ഉടച്ചെടുത്തേക്കണതാണ്. കുറച്ച് കപ്പലണ്ടിയും കുറച്ച് കശുവണ്ടിയും ഉണ്ട്. അതൊന്ന് ചൂടാക്കി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇടാം. ഒരു പാനിനടുപ്പത്ത് വെച്ച് ബട്ടർ ഇടാം. അതൊന്ന് മെൽറ്റാവട്ടെ. ബട്ടർ ഉള്ളവർ ബട്ടർ ഇടുക, അല്ലെങ്കിൽ നെയ്യുള്ളവർ നെയ്യോ ഇടുക, അല്ലെങ്കിൽ ഓയിലിൽ ഒന്ന് ചൂടാക്കിയിട്ടാലും മതി. ഇത്രയും കപ്പലണ്ടി, കുറച്ച് കശുവണ്ടി, ഇത് രണ്ടും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇടാം ചൂടാക്കി വെക്കാനായിട്ട്. ഇതൊന്ന് ചൂടാവട്ടെ. തീ കുറച്ചിട്ടേക്കണം ഞാൻ. ഇങ്ങനെയൊക്കെ പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ നമുക്കിങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നട്ട്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അല്ലാണ്ടും ചെയ്യുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല. കപ്പലണ്ടിയും കശുവണ്ടി കുറച്ചുകൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇടണതാണ്. കുറച്ച് തേങ്ങ ഒന്ന് മൊരിയിച്ചിട്ടത്, ഇതിൻ്റെ കൂടെ ഒന്ന് മൊരിയട്ടെ. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. പഴത്തിൽ വെള്ളത്തിൻ്റെ കുറച്ച് അംശമുണ്ട്, പഴുപ്പ് കൂടിയ പഴമായതുകൊണ്ട്. തേങ്ങയുടെ ഇങ്ങനെ തേങ്ങ ചെറുകുമ്പോഴുള്ള സാധനങ്ങൾ തേങ്ങയും കശുവണ്ടിയും കപ്പലണ്ടിയൊക്കെ ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ആവശ്യമായ കുറച്ച് ഏലക്കാപ്പൊടി, ഞാൻ ഈ മിക്സ് ഞാൻ പഴത്തിലേക്ക് ഇടാണ് കേട്ടോ. ഇതൊന്ന് ഞാൻ ഇതും കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. പഴുപ്പ് കൂടിയ പഴമായതുകൊണ്ട് ഒത്തിരി നനവുണ്ട്. കാരണം ഞാൻ കുറച്ച് ബ്രെഡ് പിടിച്ച് വെച്ചിട്ടുണ്ട്.
കുറച്ച് ബ്രെഡ് പൊടിച്ചത് അതിനകത്തേക്ക് ആഡ് ചെയ്യണം. പഴത്തിന് നനവുള്ളത് കൊണ്ടാണ് കേട്ടോ ബ്രെഡ് ചേർത്തേക്കണം. ഞാനിത് കൈ വെച്ച് കുഴയ്ക്കുകയാണ്. ഇപ്പോഴും ചെറിയ നനവുണ്ട്. ഇത്തിരി കുറച്ചും കൂടി ഇതിനകത്ത് പൊടിയുണ്ട്, അത് ഞാൻ ഇടാണ്. ഒന്നും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴം കാട്ടിക്കളയേണ്ടി വരും. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം. പഴുപ്പ് കൂടിപ്പോയി. മിക്സ് ആയിട്ടുണ്ട്. ഞാൻ പഴം കൊണ്ടുള്ള വടയാണ് ഇട്ടുണ്ടാക്കണേ. ഇതുപോലെ റൗണ്ടിൽ പരത്തിയിട്ട് വെളിച്ചെണ്ണയ്ക്കില്ല. ഞാൻ കുറച്ച് പരത്തി വയ്ക്കിട്ട്, എന്നിട്ട് ഇതുപോലെ പരത്തി വയ്ക്കിട്ട് കൈ കൊണ്ട് തന്നെ അത്യാവശ്യം ഷേപ്പ് വരുത്താം. വേണമെങ്കിൽ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ കാണിക്കുക. പഴം കൊണ്ടുള്ള വട ഞാൻ ഇതുപോലെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കണം. ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ പഴം കൊണ്ടുള്ള വട പൊരിച്ചെടുക്കാനായിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. പഴത്തിൽ ഞാൻ പഞ്ചസാരയൊന്നും ഒട്ടും ഇട്ടിട്ടില്ല കേട്ടോ. പഞ്ചസാര ഇട്ടിട്ടില്ല, ശർക്കര ഇട്ടിട്ടില്ല, മധുരം ഇട്ടിട്ടില്ല. പഴത്തിന് നല്ല മധുരം ഉള്ളതാണ്. പിന്നെ വറവല്ലേ, അപ്പോൾ അധികം മധുരം വേണ്ടാന്ന് വിചാരിച്ച് പഞ്ചസാരയും ശർക്കരയൊന്നും ഇട്ടിട്ടില്ല. വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കണം. ഞാൻ ഇത് വട വെളിച്ചെണ്ണയിലേക്ക് ഇടാണ്. പഴുപ്പ് കൂടിയതായതുകൊണ്ടേ ചെറിയ ബ്രെഡ് ഇട്ടിട്ടും നനവ് അങ്ങോട്ട് ഇതായിട്ടില്ല. പഴുപ്പ് കൂടിയ പഴമായിരുന്നു. പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ ഇത്ര ഇതുണ്ടാവില്ല. തീ കുറച്ചിട്ട് വേവിക്കുക. വട അപ്പുറത്തെ വശം ചെറുതായിട്ട് മൊരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്ന് മറിച്ചിടാം. തീ എപ്പോഴും കുറച്ചിട്ടിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് ഉള്ളു വേവേയില്ല, കരിഞ്ഞും പോകും. പഴം കൊണ്ടുള്ള വട വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കോരി അതുപോലെ മറ്റുള്ളതും ഇടാം.
ഏത്തപ്പഴം കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പഴുപ്പ് കൂടുതലായിട്ട് കളയാൻ വെച്ചിരുന്ന പഴമാണ്. അപ്പോഴാണ് ഇങ്ങനെയൊന്ന് ഐഡിയ തോന്നി ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കപ്പലണ്ടിയും കശുവണ്ടിയൊക്കെ ഇരിക്കണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാൻ നോക്കിയതാണ്. കുറച്ച് തേങ്ങയിട്ട് കുറച്ച് ബ്രെഡ് പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. മധുരമൊന്നും ഇട്ടിട്ടില്ല, പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.